എങ്ങനെയെങ്കിലും എച്ചെടുത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് കടന്നുകൂടാനുള്ള പലരുടെയും ശ്രമം ഇനി നടക്കില്ല. ലൈസൻസ് കിട്ടാൻ മെയ് 1 മുതൽ നടപടിക്രമങ്ങൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. എന്താണ് ഈ പുതിയ മാറ്റങ്ങളും നിർദ്ദേശങ്ങളും എന്ന് പരിശോധിക്കാം. ഡ്രൈവിംഗ് ടെസ്റ്റിന് ബജാജിന്റെ MIT പോലെയുള്ള ഇരുചക്ര വാഹനങ്ങളാണ് മിക്കയിടങ്ങളിലും നിലവിൽ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഈ വാഹനം ഇനി ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് മാറ്റങ്ങളിൽ ഒന്ന്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിൽ ലൈസൻസ് ടെസ്റ്റിന് കാൽപാദം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സംവിധാനമുള്ള വാഹനങ്ങളെ ഉപയോഗിക്കാവൂ. ഹാൻഡിൽ ബാറിൽ ഗിയർ പ്രവർത്തിപ്പിക്കുന്ന ഇരുചക്ര വാഹനങ്ങൾ ഇതോടെ ഉപയോഗിക്കാനാകില്ല. പകരം മോട്ടോർ സൈക്കിളുകൾ തന്നെ ഉപയോഗിക്കേണ്ടതായി വരും. ഗിയർ സെലക്ഷൻ സംവിധാനമുള്ളതും 95 cc മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ളതുമായ മോട്ടോർ സൈക്കിൾ ആയിരിക്കണം ഇവ. ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടുകളിൽ നമ്മൾ ഈ കണ്ടുവരുന്ന MITയിൽ പ്രത്യേക രീതിയിൽ ഗിയർ സെറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ടെന്നാണ് പൊതുവെ എല്ലാവരും പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരം സെറ്റ് ചെയ്യലൊന്നുമില്ലെന്നും പണ്ടുണ്ടായിരുന്നുവെന്നും തൃക്കാക്കരയിലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായ അരുൺ 24.com പറഞ്ഞു. ഇപ്പോൾ പരിശോധനകളെല്ലാം കർശനമാണ്. പണ്ട് ആണിയൊക്കെയിട്ട് ലോക്ക് ചെയ്യുന്ന പരിപാടിയുണ്ടെങ്കിലും ചെറിയ വാഹനമായതിനാൽ ലേഡീസിന് കുറച്ചുകൂടി എളുപ്പമുള്ളതുകൊണ്ടാണ് MIT ഒക്കെ നിലനിന്നു പോന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു മാറ്റം 4 വീലർ ഓടിക്കുന്നതിനുള്ള ലൈസൻസ് ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഗിയർ അല്ലെങ്കിൽ ട്രാൻസ്മിഷനുള്ള വാഹനങ്ങളെയും ഇലക്ട്രിക് വാഹനങ്ങളെയും ഒഴിവാക്കുമെന്നതാണ്. ഇത്തരം വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് വിധേയരാകുന്നവർ മാനുവൽ ഗിയറുള്ള വാഹനങ്ങൾ ഓടിക്കുമ്പോൾ പല സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് പാർട്ട് 1, ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, ഗ്രേഡിംഗ് ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കും. മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പാർട്ട് 2 റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ നടത്തണം. ഈ ടെസ്റ്റുകൾ ഗ്രൗണ്ടിൽ നടത്തുന്നത് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായി കണക്കാക്കാനും നിർദ്ദേശമുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളോ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താത്തതോ ആയ പഴയ വാഹനങ്ങൾ ഇനി മുതൽ ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടുകളിൽ നിന്ന് മാറ്റും. പരിശീലനത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ കാലപ്പഴക്കം 15 വർഷമായി നിജപ്പെടുത്തും. സുരക്ഷയടക്കം പരിശോധിച്ചാണ് ഈ തീരുമാനങ്ങൾ. ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഘടിപ്പിക്കും. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത് മെമ്മറി കാർഡ് MVI കൊണ്ടുപോകണം. ഡേറ്റ ഓഫീസിലെ കമ്പ്യൂട്ടറിലേക്ക് മാറ്റിയ ശേഷം മെമ്മറി കാർഡ് തിരികെ നൽകണം. ഡേറ്റ 3 മാസം സൂക്ഷിക്കണം. പ്രതിദിനം ഒരു MVIയും ഒരു AMVIയും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട അപേക്ഷകരുടെ എണ്ണം പരമാവധി 30 ആക്കും. ഇതിൽ 20 എണ്ണം പുതിയ അപേക്ഷകരും 10 എണ്ണം നേരത്തെ പരാജയപ്പെട്ടവരുമായിരിക്കണം. പരാജയപ്പെട്ട അപേക്ഷകരുടെ എണ്ണം 10-ൽ കുറവായാൽ നേരത്തെ അപേക്ഷിച്ച് ടെസ്റ്റിന് ഹാജരാക്കാൻ കഴിയാതിരുന്നവർക്ക് മുൻഗണന പ്രകാരം നൽകാം. 30 എണ്ണത്തിലധികം ടെസ്റ്റ് നടത്തിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും. മോട്ടോർ മെക്കാനിക്കോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് യോഗ്യത വിജയകരമായി പൂർത്തിയായവർക്കോ മാത്രമേ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടർ ആകാൻ കഴിയൂ. ഇവർ റെഗുലർ കോഴ്സ് പാസ്സായവരുമായിരിക്കണം. ഏതായാലും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാൻ തയ്യാറായേ തീരൂ.